ഹലോ ട്രേഡേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അത്യാവശ്യം നല്ലൊരു ടാർഗറ്റ് അടിച്ച ട്രേഡായിരുന്നു. ഇന്ന് ഒരു ട്രേഡായിരുന്നു ഞാൻ മെയിനായിട്ട് എടുത്തത്. അത് നല്ലൊരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറെ ട്രേഡിലേക്ക് ഞാൻ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. ബിറ്റ് കോയിൻ 97,200-ൻ്റെയും 98,000-ൻ്റെയും 2 സ്ട്രൈക്ക് ഞാൻ മേടിക്കാൻ വേണ്ടായിരുന്നു. അത് ടോട്ടൽ നമുക്കൊരു $500 പ്രോഫിറ്റ് വന്നിട്ടുണ്ട് 3 ദിവസത്തിനുള്ളിൽ. അതായത് 6,800 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ബിറ്റ് കോയിനിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ $500 പ്രോഫിറ്റ്. അപ്പോൾ അതാണ് ഞാൻ രാവിലെ അപ്ഡേറ്റ് ചെയ്തത്. പിന്നെ ഞാൻ ബുക്ക് ചെയ്തോളാനാണ് പറഞ്ഞത്. പ്രോഫിറ്റൊക്കെ എത്രയോ നമുക്കൊരു $100 പ്രോഫിറ്റൊക്കെ വന്നിട്ടുണ്ട്. അത് ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് ചെയ്യാൻ കുഴപ്പമില്ല. മൂവ്മെൻറ്റ് വരുന്നുണ്ടായില്ലേ. ഇനി നമുക്ക് ഇന്നത്തെ ട്രേഡിലേക്ക് പോകും. ഞാൻ ഓൾറെഡി നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ലെവൽസ് ഞാൻ രാവിലെ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ബാങ്ക് നിഫ്റ്റി ലെവൽസാണ്, ഇത് നിഫ്റ്റിയുടെ ലെവൽസാണ്. പിന്നെ പറഞ്ഞാൽ മിസ്സായി പോയൊരു ട്രേഡ് ഉണ്ടായിരുന്നു രാവിലെ തന്നെ. 52,100 സി 193 രൂപയ്ക്ക്. അത് നമുക്ക് നോക്കാം. 52,100 സി. അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ഇത്തിരി വൈകിപ്പോയി. അത് രാവിലത്തെ ഫസ്റ്റ് മിനിറ്റിൽ വന്ന ഒരു ട്രേഡായിരുന്നു. അത് 193 രൂപ. അവിടെ ഉണ്ടല്ലേ. രാവിലത്തെ ക്യാൻഡിൽ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ക്ലോസ് ചെയ്തു. ബയേഴ്സ് പിന്നെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു മുകളിലേക്ക്. പിന്നെ നമ്മളൊരു സെല്ലേഴ്സ് ക്യാൻഡിലാണ് നോക്കണ്ടായിരുന്നു. ആ ലെവലിൽ സെല്ലേഴ്സ് റിജക്റ്റ് ആവുന്നുണ്ടോയെന്ന് നമുക്കറിയേണ്ടത്. അങ്ങനെ റിയാക്ഷൻ വന്ന സ്ഥിതിക്ക് പിന്നെ അങ്ങോട്ട് ട്രേഡ് എടുക്കുക. അത് നമുക്ക് ശരിക്കും നല്ലൊരു ട്രേഡായിരുന്നു വന്നായിരുന്നത്. പക്ഷെ നമുക്ക് എടുക്കാൻ വേണ്ടി ഞാൻ ഇത്തിരി ലേറ്റായി. അവിടെ 113 പോയിൻറ്റ് പ്രോഫിറ്റ് അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ എടുത്തിട്ടില്ല. ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ പിന്നെ ഇഗ്നോർ ചെയ്യാനേ പറഞ്ഞുള്ളൂ. അപ്ഡേറ്റ് ചെയ്യാൻ ഞാൻ വൈകി, ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ട്രേഡ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കുറഞ്ഞ ആ ടൈമിൽ നിന്ന് ആക്റ്റീവ് ആയിട്ടില്ല. നമുക്ക് പ്രോപ്പർലി ആക്റ്റീവായിട്ടുള്ള ട്രേഡ് എന്ന് പറഞ്ഞാൽ 52,000 CED-ആണ്. 169.65 വെയിറ്റ് കുറച്ച് ലെസ്സും ഉണ്ടായിരുന്നു. 9:45 52,000 സി 52,000 സി കേട്ടോ. 9:45 കേട്ടോ പറഞ്ഞു. അതാണ് നമ്മുടെ ട്രേഡ്. ബ്ലാസ്റ്റിംഗ് ട്രേഡായിരുന്നു. കണ്ടാലറിയാലോ. 9:45 എന്ന് പറഞ്ഞാൽ ഗ്രീൻ ക്യാനിൽ ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് സെല്ലേഴ്സിനെ കണ്ടു കഴിഞ്ഞിട്ട് കയറിയാൽ മതിയെന്ന്. 270 ടാർഗറ്റ് വെച്ചത് ആ ടൈമിൽ. അത് ട്രിഗറായെന്ന് പറഞ്ഞിട്ട് 9:53 ഇട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടോ. അത് ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. നമുക്ക് സെല്ലേഴ്സ് ക്യാനിനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി പോവാം, അല്ലെങ്കിൽ ലിമിറ്റ് ഓർഡർ ഇട്ട് നിൽക്കാം. നിങ്ങളിപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ്ലി ട്രേഡ് എടുത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴും പ്രോഫിറ്റ് തന്നെയാണ്. ഒരു 20 പോയിൻ്റ് SL ഇട്ട് ചെയ്യണവനാണെങ്കിൽ 60 പോയിൻ്റ് അവിടെ ടാർഗറ്റ് വന്നിട്ടുണ്ടാവും. അതായത് 1:3 അടിച്ചിട്ടുണ്ട് അവിടെ. ഇനി നമ്മളിപ്പോൾ ലിമിറ്റ് ഓർഡർ ഇട്ട് നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നമ്മളൊരു 20-30 പോയിൻ്റ് SL എപ്പോഴും കീപ്പ് ചെയ്യണം കേട്ടോ. 30 പോയിൻ്റൊക്കെ SL കഴിഞ്ഞ് പിന്നെ ഇറങ്ങുക, അത്രേ ഉള്ളൂ. പിന്നെ ലിമിറ്റ് ഓർഡർ ഇട്ട് നിൽക്കണവർക്കാണെങ്കിലും ഓപ്പർച്യൂണിറ്റി അവിടെ വന്നിട്ടുണ്ട്. അവർക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ലേ, ഉണ്ടല്ലേ. 25 പോയിൻ്റ് ഞാൻ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കാണാം. നമ്മൾ 25 പോയിൻ്റ് ഇടുമ്പോൾ 125 പോയിൻ്റ് പിടിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ എത്രത്തോളം നേരം കഴിഞ്ഞിട്ടത് കിട്ടിയേക്കണമെന്ന് മനസ്സിലായില്ലേ. 9:45 വന്ന ട്രേഡ് നമുക്ക് ടാർഗറ്റ് അടിക്കുന്നത് 12 മണി അടുപ്പിച്ചിട്ടാണ്. അപ്പോൾ അത്രയും ക്ഷമ വേണം കാര്യം ട്രേഡിങ്ങിൽ. 25 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്, 125 പോയിൻ്റ് ടാർഗറ്റ്. നിങ്ങൾ 25 പോയിൻ്റ് സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾ 1.3 റേഷ്യോയിൽ പിടിച്ചാലും കറക്റ്റാണ്. അതായത് 25 ഇപ്പോൾ 75 പിടിച്ചാലും കറക്റ്റായി. നിങ്ങൾ 25 പിടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിലും സക്സസ്ഫുൾ ട്രേഡർ ആവാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ 25 അല്ലെങ്കിൽ 20 സ്റ്റോപ്പ് ലോസ് ഇട്ടു, 30 സ്റ്റോപ്പ് ലോസ് ഇട്ടു, അത് നിങ്ങൾ 10 പോയിന്റ് തൊട്ട് 60 അടിക്കുള്ളൂ. നിങ്ങൾ എത്ര ലോട്ട് കൂട്ടിയിട്ടാണെങ്കിലും 20 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് നിങ്ങൾ 10 പോയിന്റ് പിടിക്കാൻ തന്നു കഴിഞ്ഞാൽ എത്ര ലോട്ട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. ഡെയിലി ഇങ്ങനെ പ്രോഫിറ്റ് ഇങ്ങനെ വന്നുകൊണ്ട് വെക്കും. ചിലപ്പോൾ ഒറ്റ ദിവസത്തെ SL മതി അതൊക്കെ പോകാൻ. ഇത് ഇത്തിരി വിപരീതമായിട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾ എത്രയൊക്കെ ലോട്ട് എടുത്താലും നമ്മൾ കറക്റ്റ് സ്ട്രിക്റ്റ്ലി 20 to 30 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ബാങ്ക് നിഫ്റ്റിയിൽ അതടിച്ച് ഇറങ്ങുക. അതടിച്ചില്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. മിനിമം 20 പോയിൻറ്റിൻ്റെ തന്നെ അല്ലെങ്കിൽ 30 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് എത്ര ഉണ്ടോ അത്രയും പോയിന്റ് ടാർഗറ്റ് എടുക്കുക. അപ്പോൾ നമുക്കൊരു ഹാപ്പി ആയി അവിടെ. നമുക്ക് അത്രയും പോയിന്റ് ടാർഗറ്റ് വന്ന ശേഷം നമുക്ക് കോസ്റ്റ് ഇട്ട് വെറുതെ ഇരിക്കാം. കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല കാര്യത്തിൽ. ഈ 1:2 ഇട്ടിട്ട് കോസ്റ്റ് ഇട്ടിരിക്കണേക്കാൾ ഭേദമാണ് 1:1 തന്നെ അടിക്കുകയാണെങ്കിൽ കോസ്റ്റ് ഇട്ടിരിക്കുക. അപ്പോൾ ആണ് പിന്നെയും നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടും. അല്ലെങ്കിൽ പിന്നെ ആ ട്രേഡ് ബ്ലാസ്റ്റിംഗ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ലെക്കായില്ലോ അത് ഓട്ടോമാറ്റിക്കലി. ഇത് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യണ കാര്യങ്ങളൊന്നുമല്ല. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റായിട്ട് തീരുമാനിക്കുന്നതാണ്. ആ ലെവൽസിൻ്റെ മുകളിൽ മാർക്കറ്റ്, അതായത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഒക്കെ വർക്ക് ചെയ്യുമ്പോഴാണ് ഈ ടാർഗറ്റുകളൊക്കെ വരുന്നത്. നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റില്ല. നമുക്ക് ഈ ടൈമിൽ അവിടെ ഉണ്ടാവുക എന്നുള്ള സെറ്റപ്പ് ഉള്ളൂ. മെയിനായിട്ട് നിങ്ങൾ ബയ്യേഴ്സ് ഞാൻ പറഞ്ഞ ലെവലിൻ്റെ മുകളിൽ ബയ്യേഴ്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെല്ലേഴ്സ് അവിടെ എന്താ ചെയ്യണം നമ്മൾ നോക്കണം, അത്രേ ഉള്ളൂ. അതായത് ആ പെർട്ടിക്കുലർ പ്രൈസിൽ സെല്ലേഴ്സ് കുറേ ഷോർട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഷോർട്ട് ചെയ്ത ആൾക്കാരനെ വിൻ ചെയ്യണം. വിൻ ചെയ്താലുള്ളൂ അതിൽ ടാർഗറ്റ് അടിക്കാൻ പറ്റുള്ളൂ. ബയ്യേഴ്സിന് വിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവിടെ ട്രേഡ് ഇല്ലേ. അതാണ് ഈ സെല്ലേഴ്സ് ക്ലോസിങ് ക്യാൻഡിൽ നോക്കേണ്ട ഒരു സംഭവം, ടെക്നിക്ക് പറയണത്. ഇവനെ നമുക്ക് നോക്കണതാണെങ്കിൽ ഇത് 125 പോയിൻറ്റും കഴിഞ്ഞ് പോയിട്ടുണ്ട്. 125 ട്രെയിലിംഗ് എസിൽ ഇട്ടവർക്കാണെങ്കിൽ പിന്നെയും ബ്ലാസ്റ്റിംഗ് ആണ്. ഇവിടെ ഒരു 125 ഫുൾ ടാർഗറ്റ് അടിച്ച ശേഷം ട്രെയിലിംഗ് എസിൽ ഇട്ടവർക്കാണെങ്കിലും പിന്നെ അതൊരു 175 180 പോയിൻറ്റോളം ഈസി ആയിട്ട് പിന്നെയും പോയിട്ടുണ്ട്. അതായത് ഒരു 300-400 പോയിൻ്റുണ്ട് ഒരു സ്ട്രൈക്കിലാണ് പറയണത്. ഒറ്റ ട്രേഡിൽ 300-400 പോയിൻ്റാണ് പറയണത്. ഞാൻ അത്രയും ക്ഷമ വേണം, കാര്യങ്ങളൊക്കെ വേണം. ഈ ഒറ്റ ട്രേഡ് ഉണ്ടായിരുന്നുള്ളൂ നമുക്ക്. പിന്നെ ഞാൻ വേറെ ട്രേഡ് എടുത്തില്ല ഓട്ടോമാറ്റിക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1:5 125 പോയിന്റ് കിട്ടി. പിന്നെ അധികം ഓട്ടോയിൽ നിൽക്കേണ്ട ആവശ്യങ്ങളില്ല. ഞാൻ ഓൾറെഡി ലെവൽസൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ പിന്നെ ഈ ലെവലാണ് ഞാൻ രാവിലെ അപ്ഡേറ്റ് ചെയ്തത്. ഇപ്പോൾ മാർക്കറ്റ് കയറി നിന്നോലോ ആ മുകളിൽ, ആ ടൈമിൽ ഞാൻ രാവിലെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ 52,000 സിയിലാണ് നോക്കി നോക്കാം. 52,000 സി 409.35 മേടിക്കാൻ വേണ്ടായിരുന്നു. രാവിലെ 9:23 കേട്ടോ. 409 നിങ്ങൾ ഡേറ്റൊക്കെ നോക്കിക്കോളൂ. 27 ഡേറ്റ് സ്റ്റാർട്ട് ചെയ്ത് നോട്ട് ടാർഗറ്റ് അടിച്ച ശേഷമാണ് 409.35 വരുന്നത്. അത് 9:30 ആവണതിന് മുമ്പ് കൊടുത്ത ട്രേഡാണ് ഇത്. ഈ ട്രേഡ് നമുക്ക് ആക്ടിവേറ്റ് ആവുന്നത് ഈ ലെവലിലാണ് 12:19. ഈ 12:19 ആക്ടിവേറ്റ് ആയാൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നെങ്കിൽ ട്രേഡ് എടുത്തോളൂ, പ്രശ്നമില്ല. ട്രേഡ് എടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ ട്രേഡ് എടുക്കുക. ഇത് ട്രേഡ് എടുക്കുക, 30 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് ഇടുക. 30 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ടാർഗറ്റിക്ക് ഇരിക്കുക. നമ്മളെന്തായാലും ടാർഗറ്റ് അടിച്ചതാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ പിന്നെ നമുക്കത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള സംഭവമുള്ളൂ. അധികം പ്രോഫിറ്റിന് ഇരിക്കാൻ പാടില്ല. നമ്മൾ രാവിലെ നല്ലൊരു ട്രേഡ് എടുത്തു. പിന്നെ ഈ ടൈമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ട്രേഡിങ്ങിൻ്റെ ടൈമിങ്ങൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 12 മണി കഴിഞ്ഞ് 12:15 കഴിഞ്ഞു. അപ്പോൾ ഭയങ്കര ശോകമായിരിക്കും ആ ടൈമിലത്തെ ട്രേഡിങ്. അപ്പോൾ നിങ്ങൾ നോക്കി കണ്ടൊക്കെ ട്രേഡ് എടുക്കുക. ഇവിടെ നിന്ന് എടുക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ നിന്ന് എടുത്തവർക്കാണെങ്കിൽ അത്യാവശ്യം പ്രോഫിറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. എത്ര ഒരു 48 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റ്. അത് ഹ്യൂജ് പ്രോഫിറ്റാണ് എത്രയ്ക്കാണെങ്കിലും. ഇനിയിപ്പോൾ അവിടെ നിന്നല്ല, ഇനി ലിമിറ്റോടെ ഇട്ടിരിക്കുന്നവർക്കാണെങ്കിലും ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ അവരുടെ ആക്ടിവേറ്റ് ആകും. അവിടെയും പ്രോഫിറ്റ് തന്നെയാണ്, നല്ലൊരു പ്രോഫിറ്റ് അവിടെയും കിട്ടും. ലിമിറ്റോടെ ഇട്ടിരുന്നവർക്കാണെങ്കിലും ഒരു 61 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റ് അവിടെ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ലെവലുകൾ. ഇത് രാവിലെ പറഞ്ഞ ലെവലാണ്. പിന്നെ ശ്രദ്ധിക്കാൻ നിന്നില്ല എന്നുള്ളൂ. ഇത് വാച്ചിനവർക്ക് എടുക്കാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് രാവിലെ ഒരു 10:30 വരെയൊക്കെ ട്രേഡിങ്, 10:11 വരെയൊക്കെ നല്ല ബ്ലാസ്റ്റിംഗ് ട്രേഡ് കിട്ടും. പിന്നെ കണ്ടു കഴിഞ്ഞാൽ മാനിപ്പുലേഷൻസ് നടക്കുന്ന ടൈമുകളാണ്. അപ്പോൾ നിങ്ങളവിടെ സൂക്ഷിച്ചൊക്കെ ട്രേഡ് ചെയ്യുക. ഓവർ ട്രേഡൊന്നും നിൽക്കണ്ട. മാക്സിമം നല്ല ഫുൾ ടാർഗറ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ മാക്സിമം അത് ഒഴിവാക്കുക ആ ദിവസം ട്രേഡിങ്.
അപ്പോൾ അത്രയ്ക്ക് ഉണ്ടായിരുന്നു ഇന്നത്തെ ട്രേഡിങ്. ഇനി ഞാൻ പിന്നെ ഇപ്പോൾ ഗ്രൂപ്പ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ്റെയും എത്രത്തിൻ്റെയും ലെവലുകളായിരുന്നു. നമുക്ക് നോക്കാം. ഒന്ന് 88,690, ഒന്ന് 98,981. ഈ രണ്ട് ലെവലിലേക്ക് വരുമ്പോൾ മാത്രം നിങ്ങൾ ബൈയും സെല്ലും ചെയ്താൽ മതി. അത് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ചയ്ക്ക് നീണ്ടു നിൽക്കണ ബൈയും സെല്ലും ചെയ്യണം. അതായത് അങ്ങനത്തെ 2 ആഴ്ച അപ്പുറത്തുള്ള സ്ട്രൈക്കുകൾ എടുക്കാൻ നോക്കണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാര്യങ്ങൾ. ഇത് ബിറ്റ്കോയിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അതായത് ഈ 2 ലെവലിക്കും വല്ല നേരത്തെ നിങ്ങൾ ബൈ എടുത്തോ സെല്ലെടുത്തോ കറക്റ്റ് പ്രോഫിറ്റ് അവിടെ കിട്ടിയിരിക്കും. എത്ര ലേത്തിലാണെങ്കിലും വേറെ നല്ല ഇതാണ് ലെവല് 34,48 നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. കറക്റ്റ് ആ ലെവൽ മുട്ടണ സമയത്ത് ട്രേഡ് എടുക്കുക. ഞാൻ ഇട്ടിട്ട് അത് മുട്ടിയുണ്ട് കണ്ടോ, കറക്റ്റായിട്ട് വന്നിട്ട് അത് വന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ അതിന് നല്ലൊരു മൂവ് കിട്ടി, 30-40 പോയിൻ്റ് മൂവ് കിട്ടി. പിന്നെ അത് തിരിച്ചിറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഈ ട്രേഡ് ഞാനും എടുത്തിട്ടുണ്ട്, അത് നമുക്ക് കാണാം. ഡെൽറ്റ എക്സ്ചേഞ്ചിലാണ് എൻ്റെ അക്കൗണ്ട്, നിങ്ങൾക്ക് കാണാം. ഞാനിവിടെ ട്രേഡ് എടുത്തിട്ടുണ്ട് ഓൾറെഡി 2 ട്രേഡ്. ഞാൻ എടുത്താണ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ 13 ഡിസംബറിൻ്റെയാണ്. 3,550 സിയും 3,450 പിയും. ഇത് രണ്ടും എടുത്താണത്. പിയിൽ എനിക്ക് ഓൾറെഡി $4 ലാഭം ഇപ്പോൾ ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. സി ഇപ്പോൾ $21 ലോസിലാണ്. അത് കുഴപ്പമില്ല, നമ്മൾ 190 എടുത്തുള്ളൂ. മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കണ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ഒരു 200 പോയിൻ്റ് മൂവ്മെൻറ്റ് എന്തായാലും കിട്ടും. അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 200-400 പോയിൻ്റ് മൂവ്മെൻറ്റാണ്. അപ്പോൾ അതിൽ ഓട്ടോമാറ്റിക് നല്ലൊരു പ്രോഫിറ്റ് അവിടെ ഒരു $100 കൊണ്ട് പ്രോഫിറ്റ് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട്. ഇതിന് 13 വരെ ഉണ്ട് ഈ ട്രേഡ്. അത്രയും വരെ നോക്കിക്കില്ല, നമ്മൾ അത്യാവശ്യം പ്രോഫിറ്റൊക്കെ ഞാൻ പറഞ്ഞു. മാക്സിമം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എടുത്തോളൂ, കുഴപ്പമില്ല. ഇപ്പോഴും എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ സ്ട്രൈക്ക് തന്നെ എടുക്കാൻ നിർബന്ധമില്ല, വേറെ സ്ട്രൈക്ക് എടുത്താലും മതി. പറയണം എത്ര ഞാൻ $400 ഇൻവെസ്റ്റ് ചെയ്തേക്കണത്, അതിലാണ് ഇപ്പോൾ $17 ലോസ് ആണ് നിൽക്കണത്. അത് കുഴപ്പമില്ല, കയറിക്കോളൂ. അത് ഞാൻ എടുക്കുന്നുണ്ട് ട്രേഡുകളൊക്കെ, ഡോണ്ട് വറി. ഞാനത് ഓൾറെഡി ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ, ഒരു 4-3 അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഈ ലെവലിലേക്ക് അത് പെട്ടെന്ന് എത്തി. ആ ലെവലിലേക്ക് എത്തി. 4-3 അപ്ഡേറ്റ് ചെയ്യണ നേരത്തെ നോക്കാവുന്നതാണ് നിങ്ങൾക്ക്. ഇതിവിടെ നിൽക്കണ്ടായിരുന്നത് 34-34 48 എത്തിയപ്പോൾ ഒത്തിരി സമയം എടുത്തു. ഇപ്പം തന്നെ ഞാൻ ചാടിക്കറി ബൈക്ക് ചെയ്യുന്നുണ്ട് PNC. എന്നുവെച്ചാൽ ഏറ്റവും നല്ല സ്ട്രാറ്റജി എത്താം. അതിൻ്റെ ഉള്ളിൽ നല്ല ഒരു $100 $150 കിട്ടാൻ എളുപ്പമുള്ള വഴി എത്താം. പക്ഷെ നമുക്ക് ഡെയിലി പ്രോഫിറ്റ് എന്നുള്ള രീതിയിലല്ല, ഹോൾഡിങ് ആണ്. ചിലപ്പോൾ 2 ദിവസം എടുക്കും, ചിലപ്പോൾ 1 ദിവസം, ചിലപ്പോൾ നാളെ തന്നെ കിട്ടും, ചിലപ്പോൾ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് കിട്ടും. അത്രേ ഉള്ളൂ പ്രശ്നം. ഇപ്പോൾ നമുക്ക് കാണാവുന്നതാണ്, അത് റണ്ണിങ്ങിലാണ് ഇരിക്കണത്. നമ്മൾ കറക്റ്റ് പൊസിഷനിൽ മേടിച്ചില്ലെങ്കിൽ ഇതിലൊന്നും ഒരു ടാർഗറ്റ് അടിക്കാൻ പറ്റില്ല കേട്ടോ. ഇതൊരെണ്ണം വെറുതെ ചെറിയൊരു ലോട്ടത്, അത് വെറുതെ എടുത്തിട്ടാണത്. ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് ഇട്ടുണ്ടാവും. അത് മാക്സിമം ആ ലിങ്കിൽ കയറിയിട്ട് എല്ലാവരും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നമ്മുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്താലാണ് നമുക്കിത്തിരി സബ്സ്ക്രൈബേഴ്സിനെ കിട്ടൽ മാത്രമല്ല, ഇത് അറിയിക്കാൻ പറ്റുള്ളൂ. അതായത് ഇങ്ങനെയും ട്രേഡ് ചെയ്യാം, ഇങ്ങനെയും പ്രോഫിറ്റ് എടുക്കാം, ഇതിരി ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് മെത്തേഡാണ് പറയണത്. ഞാൻ പിന്നെയും പറയാം, PEC എടുക്കൽ ബിറ്റ്കോയിനിലെ ഇതിൽ മാത്രമേ ഉള്ളൂ. ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ നമുക്ക് പ്രോപ്പർ ലെവലുകൾ, പ്രോപ്പറായ സ്ട്രാറ്റജീസ് ഉണ്ട്, എന്നാലുള്ളൂ അതിൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ ശരി ഗൈസ്, അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ ഞാൻ പിന്നെയും വരാം.